പൂർണ്ണഭൂതകാൽ പ്രവൃത്തി നടന്നിട്ട് ഏറെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂചന നൽകുന്നതിനാണ് ക്രിയയുടെ പൂർണ്ണഭൂതകാല രൂപം ഉപയോഗിക്കുന്നത്. ക്രിയയുടെ പൂർണ്ണഭൂതകാല രൂപം നിർമ്മിക്കുന്നതിനുള്ള നിയമങ്ങൾ നോക്കാം. സാമാന്യ കാല രൂപത്തിനോടൊപ്പം ത, തി, തേ, ഥി എന്നിവ ചേർത്താൽ ക്രിയയുടെ പൂർണ്ണഭൂതകാല രൂപം ലഭിക്കുന്നു. പുല്ലിംഗ ഏകവചനത്തിൽ അവസാനിക്കുന്ന ക്രിയയുടെ സാമാന്യ ഭൂതകാല രൂപത്തിനോടൊപ്പം ഥ ചേർത്താൽ ആ ക്രിയയുടെ പൂർണ്ണഭൂതകാല രൂപം ലഭിക്കുന്നു. ഉദാഹരണം, സാമാന്യ ഭൂതകാലത്തിൽ വഹ് ആയ അവൻ വന്നു. പൂർണ്ണഭൂതകാലത്തിൽ വഹ് ആയാത്ത അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഈസിയാണ്. സാമാന്യ ഭൂതകാലത്തിൽ വഹ് ആയ വന്നാൽ വഹ് ആയ അവൻ വന്നു എന്ന ഇത് പൂർണ്ണ ഭൂതകാലത്തിലേക്ക് മാറ്റുമ്പോൾ വഹ് ആയ ഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാമാന്യ ഭൂതകാലത്തിനോടൊപ്പം ഥ, തി, ഥേ, ഥി എന്നിവ ചേർത്താൽ മതി. സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ തി എന്നും, പുല്ലിംഗം ബഹുവചനാണെങ്കിൽ തേ എന്നും, സ്ത്രീലിംഗം ബഹുവചനമാണെങ്കിൽ ഥി എന്നും ചേർത്താൽ മതി.